ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു നമ്മുടെ പ്രോബ്ലം ഇതാണ്. ആൽഫബറ്റ്, ഞാൻ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ആൽഫബറ്റ് വവ്വലാണോ അതോ കൺസോണൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം വവ്വൽസ് എന്ന് പറഞ്ഞാൽ എ, ഇ, ഐ, ഒ, യു ആണ് നമ്മുടെ വവൽസ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, ഒന്നെങ്കിൽ എ കൊടുക്കാം, ഇ കൊടുക്കാം, ഏതെങ്കിലും ഒരു ക്യാരക്ടർ മാത്രമാണ് നമ്മൾ യൂസറിനോട് ചോദിക്കുന്നുള്ളൂ. ആ ക്യാരക്ടർ വവലാണോ കോൺസണൻ്റ് ആണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് ആൽഫ എന്ന് പറഞ്ഞ എൻ്റെ വേരിയബിളിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യുന്നത്. അതാണ് ഇവിടെ ഈ സ്കാൻഎഫ് യൂസ് ചെയ്ത് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ %C ഫോർമാറ്റ് സ്പെസിഫയർ ഞാൻ ഡിഫൈൻ ചെയ്തു, ക്യാരക്ടർ എന്ന് ഇൻപുട്ട് ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ എന്ന് പറയാനായിട്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ലൊക്കേഷൻ ആംബ്രസൻറ്റ് ആൽഫ എന്ന് കൊടുത്തു. അപ്പോൾ ഈ വേരിയബിളിൻ്റെ ലൊക്കേഷനിൽ പോയിട്ട് ആ വാല്യൂ സ്റ്റോർ ആവും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ യൂസർ ഇൻപുട്ട് ചെയ്ത വാല്യൂ ഈ വവൽസുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യും. അതാണ് ഈക്വൽ ടു എന്ന് കമ്പാരിസൺ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ കമ്പയർ ചെയ്യും, ഓരോന്നുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യും. എ ആണോ, ഇ ആണോ, ഐ ആണോ, ഒ ആണോ, യു ആണോ എന്ന് കമ്പയർ ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണെങ്കിൽ നമ്മൾ പറയും വവലാണെന്ന് പറയും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം, അപ്പം ഒന്നെങ്കിൽ എ ഓർ ഇ ഓർ ഐ ഓർ ഒ ഓർ യു. അപ്പോൾ ആ ഓർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്, വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, അത് നമ്മുടെ കീബോർഡിലുണ്ട് ആ ഒരു സിമ്പിൾ. അപ്പോൾ ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഓർ കണ്ടീഷൻ, ഓർ ആണ് എന്നുള്ളത് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ആൽഫ ഈക്വൽ ടു എ ഓർ ആൽഫ ഈക്വൽ ടു ഇ ഓർ ആൽഫ ഈക്വൽ ടു ഐ ഓർ ആൽഫ ഈക്വൽ ടു ഒ ഓർ ആൽഫ ഈക്വൽ ടു യു. ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ, അതാണ് ഓറിൻ്റെ ഒരു ഗുണം. 1 ഓർ 0 ആണെങ്കിൽ 1 ആണ്. ഓക്കെ, 0 ഓർ 1 ആണെങ്കിലും 1 ആണ്. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പം ഏതെങ്കിലും ഒന്നും ട്രൂ ആണെങ്കിൽ വവ്വലാന്ന് പറയും. ഈ ഒരു പ്രിൻ്റർ സ്റ്റേറ്റ്മെൻറ്റ് റൺ ആവും. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഇവിടുന്ന് കണ്ടീഷൻ എക്സിറ്റ് ചെയ്ത് വന്നിട്ട് ഇത് റൺ ആവും. അപ്പോൾ നമുക്ക് ഈ ഇഫ് കണ്ടീഷൻ എങ്ങനെ റൺ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ഡീബഗ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഡീബഗ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യും, ഈ ആൽഫേൻ്റെ വാല്യൂ നമുക്കൊന്ന് വാച്ച് ചെയ്യാം, നമ്മൾ എങ്ങനെയാണ് അത് മോഡിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ആൽഫ എക്സിക്യൂട്ടീവ് വാല്യൂറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വെറുതെ ഒരു തമാശയ്ക്ക് നമുക്ക് എന്തായാലും പോകുന്ന വഴിയല്ല, അപ്പോൾ നമുക്ക് എൻ്റെ അഡ്രസ് ലൊക്കേഷൻ ഒന്ന് വാച്ച് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വോയിഡ് മെയിനിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഡീബഗ് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു ബ്ലാങ്ക് വിൻഡോ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് തൽക്കാലം ഇവിടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് ലൈൻ, ഇപ്പോൾ ആൽഫ ഇവിടെയാണ് ഇപ്പോൾ ഈ ലൈൻ ഉള്ളത്. ഓക്കെ, ക്യാരക്ടർ ആൽഫ റീഡ് ചെയ്തു. ഓക്കെ, ആൽഫ എന്ന ക്യാരക്ടർ റീഡ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ അതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ 0 എന്ന് സെറ്റ് ചെയ്തു. ഓക്കെ, നേരത്തെ എക്സിക്യൂട്ട് അറിയണമെങ്കിൽ എക്സിക്യൂട്ട് എന്നായിരുന്നു അവിടെ മെസ്സേജ് വന്നത്. ഇനി അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അഡ്രസ് ലൊക്കേഷനും അവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അഡ്രസ് ലൊക്കേഷനിലെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ പോവുക. അപ്പോൾ അഡ്രസ് ലൊക്കേഷനും വന്നിട്ടുണ്ട്, നമുക്ക് ആൽഫേൻ്റെ ഇനീഷ്യൽ വാല്യൂവും അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് ലൈനിലേക്ക് ഞാൻ പോകാൻ പോവാം. ഇപ്പോൾ നമ്മുടെ പ്രിൻ്റർ സ്റ്റേറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. ഇനി അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലൈനാണ്. ഓക്കെ, അപ്പോൾ ആ ലൈൻ എക്സിക്യൂട്ട് ചെയ്തു. ആ ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ദ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് വന്നു. ഇനി അടുത്ത് ഞാൻ സ്കാൻഎഫ് ആണ് എക്സിക്യൂട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ വ്യത്യാസം നോക്കാം. നമുക്ക് ഈ രണ്ടെണ്ണത്തിൽ എന്താ വ്യത്യാസം വരുന്നത് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്ത് റെഡിയായി. ഇപ്പോൾ ഞാൻ എഫ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു. ഓക്കെ, എൻ്റർ അടിച്ച ഉടനെ അവൻ നെക്സ്റ്റ് ലൈനിലേക്ക് പോയി. ഇവിടെ എഫിൻ്റെ ആസ്കി കോഡ് 102 എന്ന ആസ്കി കോഡ് കാണിച്ച് എഫ് എന്ന വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ എഫ് എന്ന ക്യാരക്ടർ ഞാൻ അവിടെ സ്റ്റോർ ചെയ്തു. അതിൻ്റെ മെമ്മറി ലൊക്കേഷനിലും എഫ് എന്ന് പറഞ്ഞ വാല്യൂ എഫ് പോയിൻ്റർ ആ ലൊക്കേഷൻ മെമ്മറി ഡേറ്റയും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ നമുക്ക് ഓൾറെഡി കാണാമായിരുന്നു. നമുക്കിപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതിൽ സ്റ്റോർ ചെയ്തിരുന്ന വാല്യൂ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അത് അവിടെ ആംബ്രസൻറ്റ് കൊടുത്തപ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം ഒന്നും മനസ്സിലായി. ഇനി ഇവൻ കമ്പയർ ചെയ്യാണ്. ഈ എഫ് എന്ന വാല്യൂ എ, ഇ, ഐ, ഒ, യു ആയിട്ട് കമ്പയർ ചെയ്തു. ഓക്കെ, കമ്പയർ ചെയ്തിട്ട് ഒരു ആൽഫബറ്റുമായിട്ട് മാച്ച് ആവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ് ഇനി എൽസിലേക്കാണ് കേട്ടോ പോകേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓട്ടോമാറ്റിക്കലി അവൻ എന്ത് ചെയ്തു, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റേ അവൻ റീഡ് ആയില്ല, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റേ അവൻ റീഡ് ചെയ്തിട്ടില്ല. നേരെ അവൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് നേരെ ജമ്പ് ചെയ്തത് ഈ എൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ കണ്ടീഷനിലേക്കാണ്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, അത് പ്രിൻ്റ് ചെയ്തിട്ട് എക്സിറ്റ് ആയി. ഓക്കെ, ഇത് പ്രിൻ്റ് ചെയ്തിട്ട് അത് എക്സിറ്റ് ആയി. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പം നമുക്ക് കറക്റ്റായിട്ടൊരു പ്രോഗ്രാം വരുവാണ്. അതായത് നമുക്ക് ഈ ഒരു ഇഫ് കണ്ടീഷൻ കൂടെ റീഡ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഡീബഗിങ് ഞാൻ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഞാൻ ഈ വാല്യൂ ഇവിടെ കൊണ്ടുപോയിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്നിട്ട് നെക്സ്റ്റ് ലൈൻ പോയി. അപ്പോൾ വീണ്ടും ഇതെല്ലാം 00 ആയി, എല്ലാം റീസെറ്റ് ആയിട്ടാണ്. കാരണം വീണ്ടും ക്യാരക്ടർ ഇത് വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ചെയ്തു, അതൊക്കെ റിലീസ് ചെയ്ത് വീണ്ടും എല്ലാം റീസെറ്റായി. അപ്പോൾ ഇപ്പം സ്കാൻഎഫിലെ സ്റ്റേറ്റ്മെൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇനിയാണ് നമുക്കിവിടെ വാല്യൂവിൽ വ്യത്യാസം വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കി
അപ്പോൾ ഞാൻ ക്യാരക്ടർ ഞാനിപ്പം യു എന്ന ക്യാരക്ടർ കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ വരുന്ന വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി യു എന്ന ക്യാരക്ടർ വന്നു. ഇവിടെ ദേ യു എന്ന വാല്യൂ ഈ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ആ ഡീറ്റെയിൽസ് വന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്തായി ഇഫ് കണ്ടീഷനിലേക്ക് നമ്മൾ ചെന്നു. ഓക്കെ, ഇനി ഇഫ് കണ്ടീഷനിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇഫ് ഓക്കെ ഈ വെരിഫൈ ചെയ്തു. അപ്പോൾ ഇത് കണ്ടീഷൻ ട്രൂ ആണ്, കാരണം ഇവിടെ ഒരു യു ഉണ്ട്, റൈറ്റ്? ഏറ്റവും അവസാനമാണെങ്കിൽ ഇവിടെ ഒരു യു ഉണ്ട്. അപ്പോൾ ഇതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലൈനിലേക്ക് പോയി ദേ കറക്റ്റായിട്ട് ഇഫ് കണ്ടീഷൻ്റെ അകത്തേക്ക് ദേ നെക്സ്റ്റ് ലൈൻ ഡിഫൈൻ ആയി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇവിടെ ഡിസ്പ്ലേ ആവണം. ഓക്കെ, നെക്സ്റ്റ് ലൈൻ അതവിടെ ഡിസ്പ്ലേ ആയി. ദ ഇൻപുട്ട് ക്യാരക്ടർ യു എസ് എ വവൽ എന്നുള്ളത് അവിടെ ഡിസ്പ്ലേ ചെയ്തു. എന്നിട്ട് നേരെ ദേ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. ഈ എൽസ് കണ്ടീഷൻ റീഡേ ചെയ്തില്ല. ഓക്കെ, അപ്പോൾ സംഭവം അടിപൊളിയായി. ഓക്കെ.